ദിനേശ് പണിക്കർ ബോക്സർ എന്നുള്ള സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നു. അത് നായകൻ ബാബു ആന്റണിയാണ്. ആക്ഷൻ പ്രാധാന്യമുള്ളൊരു സിനിമയാണ്. അപ്പോൾ ബാബു ആന്റണി ഇത് കേട്ടപ്പോൾ അന്ന് വിൽപ്പന വരും. ചില നടന്മാർ ചില പടങ്ങൾ ബാബു ആന്റണിക്ക് ആരാധകരുണ്ട്, ഓഡിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബാബുവിൻ്റെ സിനിമ എടുക്കാനും ആൾക്കാരുണ്ട്, കച്ചവടം വരുന്നതായിരിക്കണം. അങ്ങനെ ചെറിയ ബഡ്ജറ്റ് പടം, വലിയ ബഡ്ജറ്റൊന്നുമല്ല, ഒരു കൊള്ളാവുന്ന ബഡ്ജറ്റിലാണ് ദിനേശ് പണിക്കർ ആ സിനിമ ചെയ്യാൻ തീരുമാനിച്ചത്. അതിൽ ബാബുവിനെ കൂടാതെ സുകുമാരനുണ്ട്, നിറയെ പേരുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ അതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അന്ന് അമ്മയുടെ പ്രസിഡന്റ് മധുസാറായിരുന്നു. മധുസാറിൻ്റെ ഒരു പ്രത്യേകത, ആർക്കും മധുസാർ ദ്രോഹമൊന്നും ചെയ്യില്ല. കലാകാരനാണോ നടനാണോ അവരുടെ പക്ഷത്ത് തന്നെ നിൽക്കുന്ന ഒരാളാണ്. നിയമത്തിൻ്റെ വഴിക്കൊക്കെ പോട്ടെ എന്ന് പറയും. പക്ഷെ ഒരാൾക്കും ദ്രോഹം ചെയ്തതായിട്ട് എനിക്കറിയില്ല ഇതുവരെ. അപ്പോൾ ഇതിൻ്റെ ബോക്സറിൻ്റെ കാര്യങ്ങളെല്ലാം തുടങ്ങാൻ പോകുന്നു. നടൻ സുകുമാരന് പ്രധാനപ്പെട്ട റോളാണ്. നായകൻ ബാബു ആൻ്റണിയാണ്. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ താരസംഘടന കഴുത്തിൽ പിടിച്ച ഒരു നടനാണ് സുകുമാരൻ. അപ്പോൾ താരസംഘടന വിലക്കിയവരെ എടുക്കാൻ പറ്റൂ? അങ്ങനെ അഭിനയിക്കാൻ നിർമ്മാതാവിനോട് പറഞ്ഞാലും നിർമ്മാതാവ് അനുസരിക്കണം എന്നില്ല. പക്ഷെ നായകൻ ബാബു ആൻ്റണിയാണ്. ബാബു ആൻ്റണി താരസംഘടനയിലുള്ളതാണ്. അപ്പോൾ ബാബു ആൻ്റണി കൂടാതെ മറ്റു ചില ആർട്ടിസ്റ്റുകൾ സുകുമാരൻ വരുന്നത് അറിഞ്ഞപ്പോൾ അവർ മാറി നിന്നു. ഞങ്ങൾ വേറെ സിനിമയ്ക്ക് മുമ്പും പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ പോലും ഇതൊരു പുതിയ സിനിമയാണെന്ന് ആലോചിക്കണം. അപ്പോൾ ഒരാളെ വേട്ടയാടി ഇങ്ങനെ ഇല്ലാതാക്കാൻ എന്ത് സുഖമാണല്ലേ.